ഹലോ ഗായ്സ്, എൻ്റെ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ജൂൺ 1 എല്ലാ അമ്മമാരും തിരക്കിലേക്ക് പോവുക. എല്ലാ പിള്ളേരും സ്കൂളിൽ വിടണമല്ലേ, ഞാനും തിരക്കിലേക്ക് പോവുകയാണ്. അപ്പോൾ ഒരു ഗ്ലാസ് ചായ കുടിച്ച് തുടങ്ങാമെന്ന് കരുതുന്നു. ഞാൻ ഇതേ ഒരു ഗ്ലാസ് ചായയൊക്കെ എടുക്കുകയാണ്. ഇന്നിവിടെ എല്ലാവർക്കും ഇഡ്ഡലി കേട്ടോ. അപ്പോൾ ഇഡ്ഡലി വേഗം അടുപ്പയിലേക്ക് വയ്ക്കാമെന്ന് കരുതി. ഞാനിന്ന് വിറകടുപ്പയല്ല വെക്കുന്നത്. ഗ്യാസിനൊക്കെ ഭയങ്കര ക്ഷാമമല്ലേ, നമ്മളൊന്ന് കരുതിയിരുന്നേക്കാം. അതുകൊണ്ട് ഇഡ്ഡലിയൊക്കെ വേഗം വിറകടുപ്പയിലേക്ക് വെച്ച് കഴിഞ്ഞിട്ട് എനിക്ക് ഇച്ചിരി പണി പെൻഡിങ് കിടപ്പുണ്ട് കേട്ടോ. പെൻഡിങ് എന്ന് പറയാനൊന്നുമില്ല, ഇലയും സ്കൂളിൽ വിടാനുള്ള പണിയാണ്. ഇന്നലെ ചെയ്യാമായിരുന്നു, അയണിങ്ങാണ്. അത് ഇടി മഴയായതുകൊണ്ട് ഞാൻ പെൻഡിങ് വെച്ചാട്ടോ. വേഗം മുകളിൽ പോയി അവൾക്ക് വേണ്ട യൂണിഫോമൊക്കെ വേഗം ഞാൻ അയൺ ചെയ്തെടുക്കുക. ആദ്യം ചെന്നപ്പോൾ അവിടെ ബോക്സ് വർക്കാവുന്നില്ലായിരുന്നു, അപ്പോൾ അത് ട്രിപ്പായതാണ്. പിന്നെ അത് ശരിയാക്കി അയണിങ് കഴിഞ്ഞ് വന്ന് അവൾക്ക് മാത്രം ദോശ ഉണ്ടാക്കി. അവൾ ഇഡ്ഡലി കഴിക്കില്ലല്ലോ. ദോശ ഉണ്ടാക്കൽ മാത്രം പോരാ, ഇന്ന് ഇച്ചിരി കൊഞ്ചൽ കൂടുതലാണ്. കുറേ നാൾ കൂടി സ്കൂളിൽ പോകുന്നതിൻ്റെയാണേ. അപ്പോൾ വേഗം അവളെ ഞാൻ ദോശയൊക്കെ വാരി കഴിപ്പിക്കേണ്ടി വന്നു. വാരി കഴിപ്പിക്കൽ കഴിഞ്ഞ് അവളെ യൂണിഫോമൊക്കെ ഇട്ട് ഒരുക്കി എടുക്കണ്ടേ. അവർക്കാണെങ്കിൽ ഇന്ന് ഫുൾ യൂണിഫോമിൽ സ്കൂളിൽ പോവുകയും വേണം. അങ്ങനെ യൂണിഫോമൊക്കെ ഇടിപ്പിച്ചു. മുടി 2 ഭാഗത്തും ടൈ ചെയ്യണം, ബെൽറ്റ് കെട്ടണം, ടൈ കെട്ടണം, സോക്സും ഷൂ ഇടണം. പിന്നെ അവളുടെ മുഖമൊക്കെ ഒന്ന് സുന്ദരിയാക്കണം എന്ന് നമുക്കൊരാഗ്രഹം. ജസ്റ്റ് ഒന്ന് കണ്ണു എഴുതി പൗഡർ ഇട്ട് പൊട്ടും കുത്തി വിട്ടാൽ മതി. അങ്ങനെ ചെയ്തുള്ളൂ. അത് ചെയ്ത് കഴിഞ്ഞപ്പം അവൾക്ക് തോന്നി അവൾ സുന്ദരിയാണെന്ന്. അപ്പോൾ പിന്നെ അവൾക്ക് ക്യാമറ നോക്കിയിട്ട് പ്രഹസനം നടത്തണം. അതെല്ലാം അവൾ ചെയ്യുന്നുണ്ട് കേട്ടോ. അതൊക്കെ കഴിഞ്ഞ് ഞങ്ങൾ ദൈവമല്ല പുറത്തേക്ക് ഇറങ്ങി മമ്മിക്കൊരു ഉമ്മയും കൊടുത്ത് മമ്മിയൊരു ടാറ്റയും പറഞ്ഞ് ഞങ്ങൾ വേഗം പോവാട്ടോ. പോകാൻ വേണ്ടി ഇറങ്ങിക്കഴിഞ്ഞപ്പം അവൾക്ക് ആ ചെടിയുടെ അടുത്ത് നിന്നിട്ടൊരു ഫോട്ടോ എടുക്കണം. അതിന് പോയി നിന്നാണ്. പിന്നെ സ്കൂൾ ബസ് ഇച്ചിരി മാറിയേ വരത്തുള്ളൂ. അപ്പോൾ ഞങ്ങളങ്ങനെ സ്കൂൾ ബസ്സിൻ്റെ അങ്ങോട്ടേക്ക് സ്കൂട്ടിക്കാണ് പോയത്. അവിടെ ചെന്നതൊരു കുരിശാണ്. അവൾ അവിടെ നേർച്ചയാക്കിയിട്ട് പ്രാർത്ഥിച്ച് സ്കൂളിൽ പോവുക. ഈ വർഷം നല്ലതാക്കണേ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട്. അപ്പം അവൾ പ്രാർത്ഥിച്ച പോലെ തന്നെ എല്ലാവരും എന്നെ സബ്സ്ക്രൈബ് ചെയ്തും സപ്പോർട്ട് ചെയ്യുക. അവൾ സ്കൂളിലേക്കും ഞാൻ വീട്ടിലേക്കും പോവുകയാണ്. ബാക്കി പണികൾ ഒതുക്കിയിട്ട് എനിക്ക് ഡ്യൂട്ടിക്ക് കയറാനുള്ളതാട്ടോ. ഓക്കെ, ബൈ.